ഇതൊരു ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാറാണ്. ഇത് നമ്മുടെ ബിരിയാണിയുടെ ഒപ്പം മാത്രമല്ല, സാധാരണ ഊണിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിച്ചു തുടങ്ങാനും പറ്റും ഇത്. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി ചേർക്കാം. ഞാനിവിടെ ചെറിയ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അങ്ങ് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മുറിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്. കുറച്ച് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുമ്പോൾ ഒരു 8 10 ഡേറ്റ്സ് എടുക്കാം. ഇനി ഡേറ്റ്സ് കുറവാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മധുരം കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അപ്പം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിടാനായിട്ട് നല്ലത്. ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചിക്കകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ആദ്യം അത് ചേർത്തത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടിനും 2 മൂപ്പായിരിക്കും. അതുപോലെ പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് ഇടാവുള്ളൂ. അതിനധികം സമയം വേണ്ട മൂത്ത് വരാനായിട്ട്. കറിവേപ്പില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം. ഈ സമയത്ത് നല്ലപോലെ മൂത്ത് കിട്ടും ഈ ഒരു സമയത്ത് ചേർത്താൽ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും പച്ചമുളക് ചേർക്കാം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നാരങ്ങ ചൂടാക്കാതെ ലെമൺ ഡേറ്റ്സ് അച്ചാറിടുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഈ വെളുത്തുള്ളി ഒരു ചെറിയ ചുമപ്പ് നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിനകത്തേക്ക് ഞാൻ ബീട്രൂട്ട് ചേർക്കാൻ പോണതുണ്ടല്ലോ. ഒരു ബീട്രൂട്ട് ഞാൻ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ. ഇപ്പം ഇതേ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ മസാല കലക്കി വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം മസാല കലക്കിയതിനകത്ത് അല്പം വെള്ളം കൂടുതലാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കാം. വെള്ളം കുറച്ച് അധികമായാലും അത് തിളച്ച് പെട്ടെന്ന് വറ്റിക്കോളും. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ചെയ്യുന്നത്. വെള്ളം തിളച്ച് എണ്ണയും നമ്മുടെ മസാലയും സെപ്പറേറ്റ് ആയിട്ട് വരും. കണ്ടോ, ഇപ്പം തന്നെ കളറ് ചേഞ്ച് ആയില്ലേ. ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. കാശ്മീരി ചില്ലി മൂക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമേ. അപ്പം മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വരണം. അതുവരെ ഇത് വഴറ്റണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയൊക്കെ മൂത്ത് എണ്ണയും മസാലയും കൂടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഡേറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഡേറ്റ്സ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കാം. ഡേറ്റ്സ് അത് പെട്ടെന്ന് വലിച്ചെടുത്തോളും. ഡേറ്റ്സ് വെന്തൊന്ന് കുഴഞ്ഞു വരണേ. ഈ ഡേറ്റ്സ് വേകുന്ന ഒപ്പം തന്നെ ഞാനിതിലേക്ക് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മേളിൽ വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഞാനൊന്ന് കടിക്കാൻ പാകത്തിന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് കുറച്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന, അതിൻ്റെ അടിയിലുള്ളത് ഗ്രേറ്റ് ചെയ്തെടുത്തുമാണ്. ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചേർക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയെ. കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം. ഒരുപാട് ബീട്രൂട്ട് അങ്ങ് വെന്ത് പോരുത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചങ്ങ് വേവിക്കാം. ഇനിയിപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിനകത്ത് ആ വെള്ളം വറ്റുന്നതാണ് ഇതിൻ്റെ കണക്ക്. ബീട്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേവിക്കില്ല. മാക്സിമം ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് സമയം വെച്ചേക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡേറ്റ്സ് ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി വെള്ളം ഒഴിക്കരുത്. ഡേറ്റ്സ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തവി വെച്ച് പതിയെ ഒന്ന് ഉടച്ചു കൊടുത്താൽ അതങ്ങ് ഉടഞ്ഞോളും. ഇതുപോലെ മധുരമുള്ള അച്ചാർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണേ. ഒരുപാട് പുളിയുള്ള അച്ചാറിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ മധുരമുള്ള അച്ചാറാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തേക്ക് കറുത്ത കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, പിന്നെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും ഒരു രസമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരി ചേർക്കാൻ മടിയുള്ളവർ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്താലും മതി. ആദ്യം ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് പുളി കുറവാണെങ്കിൽ 2ാമത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പുളി കുറച്ച് കുറവായത് കാരണം ഞാൻ അല്പം വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. കിസ്മിസ് ഇട്ടേച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിട്ട് വേവിക്കരുത്. കിസ്മിസ് വെന്ത് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വിനാഗിരി ചേർത്തതും ഈ ചൂട് ഇതിനകത്തേക്ക് തന്നെയാണ്. ഇനി ഇതിരുന്നൊന്ന് തണുക്കട്ടെ.
ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പം ബോട്ടിലേക്ക് ആക്കാം. ബീട്രൂട്ടും ഡേറ്റ്സും കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ അച്ചാർ. നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു അച്ചാർ 4-5 ദിവസം വരെ ഞാൻ പുറത്ത് വെച്ചേക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പും കൂടെ തരണേ. പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്